വയനാട് ഉരുൾപൊട്ടൽ വാർത്ത അറിഞ്ഞ ഉടനെ തന്നെ തന്റെ വാട്സപ്പ് സ്റ്റാറ്റസിൽ ഒരു മെസ്സേജ് കുറിയിട്ടു. വയനാട്ടിലേക്ക് പോവുകയാണ്, അപകടത്തിൽപ്പെട്ടവർക്ക് രക്തവും ഭക്ഷണവും വേണം. നിമിഷ നേരം കൊണ്ട് 2000-ഓളം സുഹൃത്തുക്കൾ തന്റെ സ്റ്റാറ്റസിന് മറുപടി നൽകിയത് 200 പേർക്കുള്ള ഭക്ഷണ സാധനങ്ങളുമായാണ്. അങ്ങനെ വയനാട് മഹാദുരന്ത ഭൂമിയിലേക്ക് തന്റെ കൂടപ്പിറപ്പുകളെ ചേർത്ത് പിടിക്കാൻ തന്റെ ദോസ്ത് വണ്ടിയുമായി ചുരം കയറി വന്നതാണ് കൊടുങ്ങല്ലൂർക്കാരനായ അസീസ് എന്ന ഈ മനുഷ്യസ്നേഹി. അന്നുവരെ ഒരിക്കൽ പോലും ജീവിതത്തിൽ കാണാത്തവരായ, എന്നാൽ ഇന്ന് ആരൊക്കെയോ ആയിരിക്കുന്ന ഒരുപാട് മനുഷ്യരുടെ ചലനമറ്റ ശരീരങ്ങൾ കഴുകി വൃത്തിയാക്കി വെള്ള പുതപ്പിച്ച് ബന്ധുക്കൾക്ക് കൈമാറുകയായിരുന്നു ഈ മനുഷ്യൻ. ഒരു കുടുംബത്തിൽ തന്നെ 5ഉം 10ഉം ആളുകളുടെ മൃതശരീരങ്ങൾ കൈമാറിയത് ഇതാദ്യമായാണ്. തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലുള്ള ശരീരങ്ങളിലെ അടയാളങ്ങൾ ബന്ധുക്കളെ കാണിച്ച് ഉറപ്പുവരുത്തുമ്പോൾ തന്റെ മനസ്സ് പിടയുകയായിരുന്നു എന്നാണ് അസീസ് പറയുന്നത്. അതിൽ തന്നെ 3.5 വയസ്സുള്ള നിഹാലിന്റെ മയ്യത്ത് പിതാവിനെ കാണിച്ച രംഗം ചങ്ക് പിടയുന്ന കാഴ്ചയായിരുന്നു. പാറക്കല്ലുകൾക്കിടയിൽ നിന്നും കണ്ടെത്തിയ കുഞ്ഞിനെ അന്ത്യചുംബനം നൽകാൻ പിതാവ് അലമുറയിട്ടത് ഇപ്പോഴും മനസ്സിൽ എന്നും നോവായി അവശേഷിക്കുന്നു. ആ കുഞ്ഞ് മരണസമയത്ത് ധരിച്ച കുഞ്ഞുടുപ്പിന്റെ നിറമാണ് പിതാവിനെ തന്റെ മകനാണെന്ന് തിരിച്ചറിയാൻ സഹായിച്ചത്. ഇങ്ങനെയുള്ള ഒരുപാട് മനുഷ്യരുടെ കരളലിയിപ്പിക്കുന്ന നോവുകൾക്ക് സാക്ഷിയാകേണ്ടി വന്നത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണ്. ഒരുപാട് മുഖങ്ങൾ, ചിന്നിച്ചിതറിയ മനുഷ്യ ശരീരങ്ങൾ, എവിടെ തിരിഞ്ഞാലും മയ്യത്തുകൾ, തലങ്ങും വിലങ്ങും നിർത്താതെ സൈറൻ മുഴക്കി ഓടിക്കൊണ്ടിരിക്കുന്ന ആംബുലൻസുകൾ, കലങ്ങിയ കണ്ണുകളുമായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഉറ്റ ബന്ധുക്കൾ, കാണാനോ ഓർത്തിരിക്കാനോ പറ്റാത്ത അനുഭവങ്ങൾ, നെഞ്ചുപൊട്ടുന്ന കാഴ്ചകൾ എല്ലാം ഈ മണ്ണിൽ തന്നെ വെച്ച് മടങ്ങുകയാണ്. കൊടുങ്ങല്ലൂർ കല്ലുംപുറം അസീസിന് പറയാൻ ഒരുപാടുണ്ട്. 28 വർഷമായി രക്തദാന കൂട്ടായ്മയായ ബ്ലഡ് ഹിസ് റെഡിന്റെ കൺവീനറാണ് തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശിയായ അസീസ്. നഴ്സിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്ന ഭാര്യ റസീനയും അസീസിന്റെ സേവന വഴിയിൽ തന്നെയാണ്. മലയാളം ടെലിവിഷൻ ന്യൂസിന് വേണ്ടി മാറൂഫ് പനമ്പനം തയ്യാറാക്കിയ റിപ്പോർട്ട്.